ചെയ്യുന്നത് ശരിക്കും? നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തേർഡ് ഐ ഓൾറെഡി എല്ലാവർക്കും ആക്റ്റീവാണ്. ആരുടെ ആക്റ്റീവ് ആവാതല്ല ഇരിക്കുന്നത്. തിരസക്കാല മർമ്മം എന്ന് പറയാം. നമ്മുടെ എല്ലാ മർമ്മവും ആക്റ്റീവ് ആവുന്നുള്ള നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ സാർ, അതുപോലെ തേർഡ് ഐ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നവർ പാലിക്കേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിലൊന്നാണ് നമ്മൾ മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ഈ പറഞ്ഞ സോൾട്ട് വാട്ടർ ബാത്ത്, എപ്സം സോൾട്ട്, അങ്ങനെയുള്ള സോൾട്ട് വെച്ചിട്ടുള്ള പുളി അല്ലെങ്കിൽ അതിന് ക്ലെൻസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സിങ്. പിന്നെ ഞാൻ കേട്ടുള്ളത് അമറ്റീസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോൺ ക്രിസ്റ്റൽ നമ്മുടെ ഈ ഭാഗത്തായിട്ട്, പീനിയൽ ഗ്ലാൻഡിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആക്ടിവേറ്റ് ആവുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതും പറഞ്ഞ് ഈ പ്രേക്ഷകർ കയറി പരീക്ഷിക്കാനല്ല പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു അറിവ് സാറിനോട് ചോദിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള ചര്യകൾ, മെഡിറ്റേഷൻ തന്നെ രാവിലെ ചെയ്യുന്നതാണോ വൈകുന്നേരം ചെയ്യുന്നതാണോ നല്ലത്, നമ്മൾ അതുപോലെ മാംസ ആഹാരം ഉപയോഗിക്കാമോ, ഏതൊക്കെ തരത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്? അപ്പോൾ എല്ലാവർക്കും ഇത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ വലിയൊരു തലത്തിൽ മാറ്റം ഉണ്ടാവും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് പലതും ചോദിക്കുന്നത്. അപ്പം അത് സാറിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? നമ്മളുടെ ബോധം അനുസരിച്ചാണ് നമ്മളുടെ ഓരോ വ്യക്തിയുടെ ശരീരം എടുത്തിരിക്കുന്നത്. അപ്പം മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ശരീരത്തിലെ രൂപഭാവങ്ങൾ എപ്പോഴും അക്രമവാസനയല്ല, അവന് സഹതാപവും ഒക്കെ ഉള്ള വ്യക്തിയാണ് മനുഷ്യൻ. തിരിച്ചറിവുള്ള വ്യക്തിയാണ്. തിരിച്ചറിവുള്ള വ്യക്തികൾക്ക് ഈ കൂർത്ത പല്ലുകളോ കാര്യങ്ങളോ അല്ല ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ ഭക്ഷണം ആ പല്ലിനെ അടിസ്ഥാനപ്പെടുത്തി ഇരിക്കും. ഈ യോഗയെ സംബന്ധിച്ച് പച്ചക്കറി തന്നെ കൂട്ടണം എന്ന് പറയുന്ന കാരണം, എന്നാൽ മനുഷ്യർക്ക് പച്ചക്കറി കൂടാതെ കഴിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം അവൻ വേവിച്ച് കഴിക്കുന്നതും അല്ലെങ്കിൽ കുറേ കഷ്ണങ്ങളായിട്ട് കഴിക്കുന്നതും അവൻ്റെ ബോധത്തിനനുസരിച്ച് എടുത്ത ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി യോഗയെ സംബന്ധിച്ച് പച്ചക്കറി കഴിക്കണം നിർബന്ധമായും എന്ന് പറയാൻ കാരണം, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു. എന്തുകൊണ്ടാണ് വെള്ളം കൂടുതൽ കുടിക്കണമെന്ന് പറയുന്നത്? വെള്ളത്തിൽ എന്താ അടങ്ങിയിരിക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന ശ്വാസത്തിലാണ് നിൽക്കുന്നത്. ശ്വാസത്തിൽ പ്രാണനാണ്, പ്രാണശക്തി അല്ലേ? അത് ഓക്സിജൻ്റെ ഉള്ളിലാണ് ഈ പ്രാണശക്തി ഉള്ളത്. അതുപോലെ വെള്ളത്തിൽ എന്തടങ്ങിയിട്ടുണ്ട്? ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്, അതിനകത്ത് പ്രാണശക്തി അടങ്ങിയിട്ടുണ്ട്. അപ്പം വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രാണശക്തി അധികമായി വർദ്ധിക്കും. അപ്പോൾ തിളപ്പിക്കാത്ത വെള്ളമാണ് കൂടുതൽ അഭികാമ്യം. തിളപ്പിക്കുമ്പോൾ പ്രാണശക്തി കുറയുമെന്നാണ് പറയുന്നത്. ഇനി ഈ യോഗികൾ പണ്ട് വേവിക്കാത്ത പച്ചക്കറികളാണ് കഴിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് വേവിക്കാത്തത്? വേവിക്കുമ്പോൾ അതിൻ്റെ പ്രാണശക്തി കുറയും, അപ്പോൾ വൈറ്റമിൻസ് കുറയുന്നൊക്കെ പറയും. അപ്പോൾ ഈ പച്ചക്കറിയിൽ എന്തുകൊണ്ടാണ് പച്ചക്കറി കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്രാണശക്തി കൂടുതൽ ശ്വാസത്തിൽ കൂടെ മാത്രമല്ല, ഫുഡിലൂടെയും വെള്ളത്തിലൂടെയും നമുക്ക് ലഭിക്കണം. ശുദ്ധവായു കിട്ടുന്നിടത്തിരിക്കണം. ഇതൊക്കെ തന്നെ ആടിൻ്റെ ചവിട്ടിയിരിക്കുന്നതൊക്കെ അതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ പച്ചക്കറിയിൽ ഉണ്ടാവുന്ന കാര്യം എന്താണ്? നമുക്കറിയാം, സസ്യങ്ങൾ എന്താണ് പുറത്തുവിടുന്നത്? ഓക്സിജനാണ്. അപ്പോൾ ആട് കിടക്കുന്നിടത്ത് എന്താ ഉള്ളത്? ആടിന് രോഗം ഉണ്ടാവില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രൊവൈഡ് ചെയ്യുന്ന ഓക്സിജൻ ആയതുകൊണ്ട് അതിനെന്തുണ്ട്? പ്രാണശക്തി ഉണ്ട്. അപ്പോൾ പച്ചക്കറി കൂടുതൽ കഴിക്കുമ്പോൾ യോഗയെ സംബന്ധിച്ച് പെട്ടെന്ന് പ്രാണനിലേക്ക് കടക്കുന്നതിന്, പ്രാണശക്തി നാഡികളുടെ സഞ്ചരിക്കുന്നതിന് കാരണമാവും. അതുകൊണ്ടാണ് ഈ പച്ചക്കറി കൂടുതൽ അത് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഈ തേടയിൽ ഈ ക്രിസ്റ്റൽ വെക്കുന്നത് ശരിക്കും ശാസ്ത്രമാണ്. ഈ ശാസ്ത്രം എപ്പോഴും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ്. ശരനൂൽ ശാസ്ത്രമായാലും ജ്യോതിശാസ്ത്രമായാലും ശാസ്ത്രം എന്ന പേരുള്ള എല്ലാം എപ്പോഴും ശാന്തി കർമ്മമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ഭൗതികത്തിൽ അവൻ്റെ ആഗ്രഹങ്ങൾ നേടുന്നതിന് വേണ്ടി തടസ്സങ്ങളെ മാറ്റാണ് ശാസ്ത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റൽ അത് ശാസ്ത്രത്തിൽപ്പെടുന്നൊരു കാര്യമാണ്. അതായത് നമുക്കറിയാം, അന്തരീക്ഷത്തിൽ പ്രാണശക്തി നിറഞ്ഞു നിൽപ്പുണ്ട്. ആ പ്രാണശക്തിയാണ് വായുവിലൂടെ നമ്മൾ വലിച്ചെടുക്കുന്നത്, പ്രകാശത്തിലുള്ള ഊർജ്ജമായി ലഭിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്റ്റൽ വെക്കുമ്പോൾ ഈ ക്രിസ്റ്റൽ ഒരു കേന്ദ്രീകരിക്കുന്ന പ്രകാശത്തെ സ്വീകരിക്കുന്ന ഘടകമാണ്. അതിൻ്റെ നിറം കറുപ്പല്ല, വൈറ്റാണ് അല്ലേ? വജ്രം പോറ്റി. അപ്പോൾ അത് പ്രകാശത്തെ സ്വീകരിക്കും. പ്രകാശം ഊർജ്ജമാണ്, പ്രാണശക്തിയാണ്. അഗ്നി എന്താണ്? അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ലെൻസ് എടുത്ത് നോക്കാം. ലെൻസ് എടുത്ത് ഒരു പേപ്പറിൽ കാണിച്ചാൽ തീ പിടിക്കും അല്ലേ? അപ്പോൾ അത് ഗ്ലാസ് കടത്തി വിടുന്നു. എന്ത് കടത്തി വിടുന്നു? ഈ ഊർജ്ജം കടത്തി വിടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ക്രിസ്റ്റൽ എടുത്ത് വെക്കുമ്പോൾ 4 ഭാഗത്തുള്ള ഊർജ്ജത്തെ സ്വീകരിച്ചൊരു പോയിൻ്റാക്കി എങ്ങോട്ട് വിടും? ഈ മർമാസിലേക്ക് വിടും. പ്രാണശക്തി കുറവുള്ളിടത്ത് അത് ആക്റ്റീവ് ആവുന്നതിന് കാരണമാകും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മുടെ ഒരു ശരീരത്തെ നാടികളൊക്കെ ഒന്ന് ആക്റ്റീവ് ആവുന്നുള്ള ബോധം ബ്രഹ്മത്തിലൊക്കെ നാരിയെത്തത്തൊന്നുമില്ല. അത് ചക്രാസന ആക്റ്റീവ് ആക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഈ പുളി, ഉപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്ന കാരണം, ഇത് മെയിനായിട്ടും 2 കാര്യം. അപാനൻ, പ്രാണനും അപാനനും ഉണ്ട്. ഈ അപാനൻ എപ്പോഴും ശരീരത്തിൽ പ്രവർത്തിക്കുന്ന, യോഗിയെ സംബന്ധിച്ച് ശരീരത്തിൽ യോഗികളാണ് കൂടുതൽ. യോഗിയെ സംബന്ധിച്ച് അത് പ്രവർത്തിക്കുന്ന, സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് അപാനൻ്റെ പ്രവർത്തനം കുറവാണ്. അതായത് നമ്മുടെ ഈ ആയുർവേദം പോലും പറഞ്ഞിരിക്കുന്നത് ഈ മുൻജന്മം, അത് കഴിഞ്ഞ ജന്മത്തെ പാപകർമ്മം വ്യാധിരൂപേണ ജായതേ എന്നാണല്ലോ.
അപ്പോൾ പൂർവ്വജന്മാർജിതം പാപം വ്യാധി രൂപേണ ജായത, അങ്ങനെയാണ്. അപ്പം കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലങ്ങൾ വ്യാധി രൂപേണ വരുന്നത് വാതപിത്തം കഫം എന്ന രൂപത്തിലാണ്. അപ്പോൾ വാതപിത്ത കഫം ഇവയെ പിടിച്ചു നിർത്തുന്നത് അപാനനാണ്. അപ്പോൾ അത് രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് സാധാരണ ഒരു മനുഷ്യരിൽ. അപ്പോൾ അത് ശരിക്കും പ്രാണൻ്റെ വഴിയിലും അപാനൻ്റെ വഴിയിലും. അതുകൊണ്ടാണ് ഈ കർമാസ് നമ്മളെ വിട്ടുപോകുന്നത്. ഇത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആവണം. അത് കണക്റ്റഡ് ആവുന്ന രീതിയിലുള്ള പ്രാണായാമ ക്രിയകളൊക്കെ ഉണ്ട്. അത് പബ്ലിക്കിൽ നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളത്. അപ്പോൾ ആ പ്രാണായാമ ക്രിയയിലൂടെ പ്രാണനും അപാനും ഒന്നായി പ്രവർത്തിക്കും. പ്രാണനും അപാനും ഒന്നായി പ്രവർത്തിക്കുമ്പോഴാണ് ഈ കുണ്ടല ശക്തി പോലെ ഉയരുന്നത്. അപ്പോൾ ആ ഒരു പ്രാണനും അപാനും ഒന്നായി പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഈ വാതപിത്ത കഫങ്ങൾ പുറത്തു വരും. അതായത് നമ്മുടെ യോഗവിദ്യ ലഭിക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ കഫം പറഞ്ഞ് വരിക, തലമണ്ടയിൽ നിന്ന് മൂക്കള പോലെ വന്നുകൊണ്ടിരിക്കും. 1 മാസം 2 മാസം വന്നുകൊണ്ടിരിക്കും. അതെല്ലാം പുറത്തു പോകുന്ന ഈ വെളിയിലേക്ക് തള്ളുന്നത് എപ്പോഴും അപാനനാണ്. ഈ ഛർദ്ദിപ്പിക്കുക, മനഃശോധനം നടത്തുക, മലം വെളിയിലേക്ക് പോവുക, മൂത്രം പോകുക, ഇതെല്ലാം അപാനൻ്റെ ജോലിയാണ്. അപ്പോൾ ഈ അപാനൻ കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ ശരിയായ രീതിയിലുള്ള യോഗവിദ്യയും പ്രാണായാമവും ചെയ്യണം. ഇതൊന്നും ഇവിടെ ഇപ്പം നിലവിലില്ല. അപ്പോൾ അത്തരം ക്രിയകൾ ചെയ്യുന്ന വ്യക്തി ഈ നമുക്ക് രോഗങ്ങളെ, വാതപിത്ത കഫങ്ങളെ കൂടുതലും ബൂസ്റ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള, അത് മാത്രമല്ല രസം, രുചി, നാവിൻ്റെ രുചി, കൊതിയൊക്കെ ഉണ്ടാക്കുന്ന ഘടകം കൂടിയാണ് ഇതൊക്കെ ഒഴിവാക്കണം. കുറയ്ക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തേർഡായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അല്ലേ? ഇതൊരു വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. തീർച്ചയായിട്ടും സാധാരണ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. സാധാരണ തേടയല്ല. ഞാൻ പറഞ്ഞ ഏത് രീതിയിലും തേടയി ധ്യാനിക്കാം. പക്ഷേ അത് ഭൗതികത്തിൽ അവൻ എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ഇപ്പം ഞാൻ ഈ കസേരയിലിരിക്കുന്നു. ഈ കസേരയിലിരുന്ന് ഞാൻ ഏകാഗ്രമാകുന്നെങ്കിൽ ഞാൻ എവിടെ ഇരുന്നു കൊണ്ടാണ് ഏകാഗ്രനാവുന്നത് എന്നുള്ളതാണ്. എൻ്റെ ബന്ധം ഏതുമായിട്ടാണെന്ന്. കണ്ണടയ്ക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ആണെങ്കിലും ഞാൻ ഇരിക്കുന്നത് കസേരയിലാണ്. അപ്പോൾ ഞാനിവിടെ തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ജ്ഞാനം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ എൻ്റെ ഇരിപ്പിടം ശരീരബോധം അല്ലാത്തടത്ത് ഇരുന്നു കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഇതാ സംഭവം. അപ്പോൾ ഈ ഇൻറ്റ്യൂറ്റീവ് പവർ കൂടുക, ഇൻസൈറ്റ്സ് കൂടുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ബോധമണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് പുതിയ അറിവുകൾ നമുക്ക് അല്ലേ, ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ പുതിയ അറിവുകൾ വരുന്നു. അതെങ്ങനെയാണ് ആ വ്യക്തിയെ മാറ്റുന്നത് ശരിക്കും? അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മുടെ ജ്ഞാനചക്രം എന്ന് പറയുന്നത് സഹസ്രാരമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ, സാധാരണ ഏതൊരു വ്യക്തിയും ഇവിടെ വരെയുള്ളൂ. അതിനെ മേലോട്ട് ഇന്നും പലർക്കും സഹസ്രാര മർമ്മം ഏതാണെന്ന് പോലും അറിയില്ല. ശിരസിൽ എവിടെങ്കിലുമൊക്കെ തൊട്ട് ഇവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുക. അവിടൊന്നുമല്ല, അത് കൃത്യമായിട്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. സഹസ്രാര മർമ്മത്തിൻ്റെ ശരീരത്തിലെ എല്ലാ മർമ്മസിനെയും കാണാൻ കഴിയും. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് 2 പേരുടെ ടെന്നീസ് എൽബോ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് 2 കുത്ത് ഈ മർമാസിനെ കാണാൻ പറ്റുന്നതുകൊണ്ടാണത്. എന്നാൽ അത് പലയിടത്തും പോയി ട്രീറ്റ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്തിട്ടും അവർക്കത് മാറ്റം വന്നില്ല. ഒരുപാട് മരുന്ന്, മെഡിക്കൽ സയൻസിൽ അവസാന നിമിഷം വരെ കഴിക്കേണ്ട ഒരു സംഗതിയാണ് ടെന്നീസ് എൽബോ, മാറത്തില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ മർമാസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അത് പറയുന്നത്? അതായത് നമ്മൾ ഇപ്പോൾ ഉദാഹരണം ട്രാഫിക് ബ്ലോക്ക്, ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായത് മെയിൻ സർക്കിളാണ് ബ്ലോക്ക് എങ്കിലും ഇതിന് കാരണക്കാരൻ ചിലപ്പോൾ ഈ മെയിൻ സർക്കിൾ ആവത്തില്ല. ഇതിന് ബൈ റൂട്ടിൽ എവിടെയെങ്കിലും ഒരു വാഹനം ബ്ലോക്കായി കിടക്കുന്നുണ്ടാവാം, ഇത് മൊത്തം ചലിക്കാതിരിക്കുന്നത്. അപ്പോൾ ഇത് മെയിൻ ട്രാഫിക് ബ്ലോക്കിൽ ഈ ബ്ലോക്ക് മാറ്റിയിട്ട് കാര്യമില്ല. ആ ചെറിയ ഒരു ജംഗ്ഷൻ അവിടുത്തെ ബ്ലോക്ക് മാറ്റണം. അത് ഈ വലിയ മർമ്മം ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആ സൂക്ഷ്മമായ ചെറിയ ശരീരം മൊത്തം മർമ്മമാണ്. ആ സൂക്ഷ്മമായ മർമ്മത്തിൽ ഇടപെട്ടാൽ മാത്രമേ ഇത്തരം രോഗങ്ങൾ മാറത്തുള്ളൂ. ഇതെല്ലാം കർമ്മമാണ്. അപ്പം ഞാൻ ഉദിക്കുന്നത് ഈ മർമാസ് ഞാൻ നേരത്തെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ മർമാസ് സഹസ്രാര മർമ്മമാണ് ഒരാളുടെ ബ്രഹ്മരന്ധ്രം കുടികൊള്ളുന്നത്. ആ ബ്രഹ്മരന്ധ്രം ഇന്നും പലർക്കും എവിടെയാ ഇരിക്കുന്നതെന്ന് പോലും പോയിന്റ് പോലും അറിയത്തില്ല. അപ്പോൾ കൃത്യമായ ആ സ്ഥാനത്ത് ഇരുന്ന് യോഗം ചെയ്യുന്ന വ്യക്തിക്ക് ഈ രഹസ്യങ്ങളെല്ലാം മനസ്സിലാവും. അതായത് ജ്ഞാനചക്രം എന്ന് പറയും. ആ ജ്ഞാനചക്രം ഉദാഹരണം വിഷ്ണുവിൻ്റെ കയ്യിരിക്കുന്ന എന്താണ്? വിടർന്ന താമരയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സഹസ്രാര പത്മം വിടർന്ന വ്യക്തിയാണ് ശരീരമാകുന്ന ഞാൻ എന്നാണ്. അത് തൂണും തുരുമ്പും ഞാനാകുന്നു എന്നാൽ ശരീരവും ഞാനാകുന്നു എന്നാണ്. അത് മനുഷ്യൻ്റെ രൂപത്തിലുള്ളതാണ്. അപ്പോൾ സഹസ്രാര എൻ്റെ കൈവശം, സഹസ്രാര യോഗം ചെയ്യുന്നവനാണ് ഞാൻ എന്നാണ്. അവനാണ് ഈ ജ്ഞാനം ഉണ്ടാകുന്നത്. അത് സദാ സുദർശനം കറങ്ങിക്കൊണ്ടിരിക്കും കയ്യിൽ. സുദർശനം എന്ന ദിവ്യജ്ഞാനമെന്നാണ്. അത് സദാ കറങ്ങിക്കൊണ്ടിരിക്കും. അത് വിരൽ തുമ്പിലാണെന്ന്. ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉടനെ ആൻസർ കിട്ടുന്ന പുസ്തകജ്ഞാനമല്ല, മസ്തകജ്ഞാനമാണ്. അത് ഉദിക്കേണ്ടതാണ്, ഉദിച്ചു വന്നുകൊണ്ടിരിക്കും. അതാണ് യോഗിക്ക് സംഭവിക്കുന്ന കാര്യം. ഒരിക്കലും യോഗിയുടെ വാടപ്പിക്കാൻ പറ്റത്തില്ല. അത് ജ്ഞാനമുള്ളവനാണ്. മറ്റേ പുസ്തകം പഠിച്ചിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പം യോഗിയുടെ ജ്ഞാനം പകർന്നു കിട്ടുമ്പോൾ പുസ്തകം മടക്കി വെക്കേണ്ടി വരും.
അങ്ങനെയാണ് ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ തരത്തിലുള്ള മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയർ വോയിൻസ് അല്ലെങ്കിൽ എത്രകാല ജ്ഞാനം അല്ലെങ്കിൽ മറ്റ് തലത്തിൽ കാണാൻ സാധിക്കുക, മറ്റ് ആത്മാക്കളെ കാണാൻ സാധിക്കുക, അല്ലേ? ഒരുപാട് അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ താങ്കൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള കേൾക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ അത് നീണ്ടു പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളിത് കട്ട് ചെയ്ത് പോകുന്നത്, അല്ലേ സാർ? അപ്പം അങ്ങനെയുള്ള ആത്മാക്കള് എൻ്റെ ഫാദർ മരിക്കുന്നതിന് ഒരു 4 ദിവസം മുമ്പ് എൻ്റെ ജ്യേഷ്ഠൻ ചെറുപ്രായത്തിലേ മരണപ്പെട്ടു പോയതാണ്. അവരാരും യോഗികളല്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ ഞാനന്ന് അച്ഛനെ കാണാൻ പോകുന്ന സമയത്ത് അച്ഛൻ നല്ല ആരോഗ്യവാനാണ്, ഒരു കുഴപ്പമില്ലാതിരിക്കുക. ഇപ്പോൾ ഈ സ്റ്റേജിൽ എൻ്റെ ബന്ധുമിത്രർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ ഒരു ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ അധികം ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, നീ ഇത് കഴിക്കൂ, കളയണ്ടല്ലോ എന്ന് കരുതി ഞാൻ അവിടെ നിന്ന് കഴിക്കാൻ അമ്മ പുറത്തേക്ക് പോയി. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ജ്യേഷ്ഠൻ്റെ സോൾ അവിടെ വരികയാണ്. അപ്പോൾ നമ്മുടെ മുന്നിലല്ല പിന്നില്ല, നമുക്ക് കണ്ണ് വേണമെന്നില്ല കാണുന്നതിന്. അപ്പം ഞാൻ ചോദിക്കണം, നീ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നത്? അപ്പോൾ പറഞ്ഞു, കൊണ്ടുപോകാനാണ്. ആരെ? അച്ഛന്. നിനക്ക് പറ്റുമോ? നിന്നെക്കാട്ടി കൂടുതൽ പറ്റും, നിന്നെക്കാട്ടി കൂടുതൽ എനിക്കറിയാം, ഞാൻ കൊണ്ടുപോകാം. എത്ര ദിവസം? ഒരാഴ്ചക്കുള്ളിൽ. അച്ഛൻ ICU എന്നൊക്കെ ഇറക്കി ആൾ ഓക്കെയാണ്, വീട്ടിൽ പോകാൻ 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങനെ ആരോഗ്യവാന്തിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ അങ്ങനെ ഒരാഴ്ച കൊണ്ടെന്ന് പറയാൻ പറ്റും? ഞാനത് ആദ്യം ഷെയർ ചെയ്തത് നമ്മളുടെ ഒരു കസിനോടാണ്. ഞാൻ പറഞ്ഞു, അച്ഛൻ 4 ദിവസം കൂടെ ഉള്ളൂ. അത് നേരത്തെ എനിക്ക് കിട്ടിയതാണ്, എങ്കിലും സോള് കൂടി പറഞ്ഞപ്പോൾ ഞാനങ്ങ് ഉറപ്പിച്ചു. അത് നമുക്ക് കാണാം, ഈ ആത്മാവിൻ്റെ ഈ ബോധം ഉയർന്നു നിൽക്കുന്ന കാണാൻ പറ്റും. അതായത് ഈ വിടുന്നിട്ടും ശരീരബോധം വിടും, ഈ എനർജി മണ്ഡലം വിടും, അത് കാണാം നമുക്ക്. അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം അധികം കാലമില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ട് അങ്ങ് പോയി. ഒരാഴ്ചക്കുള്ളിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ കസിനോട് വിളിച്ച് പറഞ്ഞിട്ട് ബന്ധുമിത്രകളെ രഹസ്യമായിട്ട് അറിയിപ്പിക്കും. അപ്പോൾ 1-2 പേർ അറിഞ്ഞപ്പോൾ അവർ ഞാൻ എന്ത് ചെയ്ത് പിറ്റേ ദിവസം തന്നെ വന്ന് കണ്ട്. നമ്മളെ വിശ്വാസമുള്ള കുറച്ച് പേരുണ്ട്. ഈ യോഗം ചെയ്യുന്ന എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അറിയാവുന്ന കുറച്ച് പേർ അപ്പം തന്നെ അവനല്ലേ പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞ് അവരെല്ലാവരും വന്ന് കാണാൻ തുടങ്ങി. അപ്പോൾ ബന്ധുമിത്രാദികൾ വരുന്നുണ്ടപ്പോൾ നിങ്ങളെന്തിനാ ഇപ്പോൾ വരുന്നേ? ഞാൻ ICU കിടന്നപ്പോൾ നിങ്ങളാരും വന്നില്ല, ഇപ്പോൾ വരേണ്ട കാര്യം എന്താണ്? അച്ഛൻ ചോദിക്കുന്നത്. എനിക്ക് എല്ലാം മാറിയപ്പോഴാണ് നിങ്ങൾ വരണേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരാരും മിണ്ടിയില്ല, അവരെല്ലാം കണ്ടേച്ചു പോയി. 4 ദിവസമായപ്പോൾ അച്ഛൻ മരണപ്പെട്ടു. അത് എൻ്റെ കുടുംബത്തിൽ നടന്ന സംഭവം. അതുപോലെ പല ആളുകളുടെയും മരണം നമുക്ക് എന്തിനാ സിദ്ധിയുടെ ഭാഗമായത് ശരിക്കും പബ്ലിക്ക് പറഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. ഒരു വ്യക്തി മുന്നേ വന്നാൽ എങ്ങനെ മരിക്കും, ഏത് അസുഖം കൊണ്ട് മരിക്കും, എന്തു മരണമാണ്, എത്ര നാൾ ജീവിച്ചിരിക്കും, ഇതെല്ലാം സിദ്ധിയുടെ ഭാഗം. അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. 4ാമത്തെ ക്ലാസ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അത് ഓരോ വ്യക്തികളെയും വിളിച്ചു നിർത്തി പറയാറുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെയാണ് സംഭവിക്കാൻ ചാൻസ്. അപ്പോൾ അവർ തന്നെ പറയും, ശരിയാണ്, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. ഞാനിങ്ങനെ കേട്ടതാണ്. അതായത് ഓരോ വ്യക്തിയും ജനിക്കുമ്പോൾ ആ വ്യക്തി എങ്ങനെ മരണപ്പെടണം എന്നുള്ള കാരണം ആ വ്യക്തിയിൽ തന്നെ ഒളിഞ്ഞു കിടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഏത് രോഗം വന്ന് മരിക്കണം, എങ്ങനെ മരിക്കണം എന്നുള്ളത് ആ വ്യക്തിയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉള്ളിലുണ്ടാവും. അങ്ങനെ തന്നെയായിരിക്കും പോവുക. അപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ, പക്ഷെ അതൊരു പക്ഷേ താങ്കൾക്ക് എപ്പോഴെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ 4 ദിവസത്തിന് ശേഷം അച്ഛൻ മരിച്ചു പോകുന്ന അറിയുമ്പോൾ ഉള്ളിലൊരു വേദന അല്ലെങ്കിൽ ഒരു പ്രയാസം തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുള്ളത് ഉണ്ടാവത്തില്ല. കാരണം ഓൾറെഡി ഡിറ്റാച്ചിലാണ് ഞാൻ. ഡിറ്റാച്ചിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ വൈകാരികമായുള്ള പ്രകടനങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളിനി ആരെങ്കിലും ഏതെങ്കിലും യോഗികൾ എന്തെങ്കിലും ഇമോഷണൽ അവസ്ഥയിൽ കരയുന്ന കണ്ടാൽ അത് യോഗി അല്ലെന്ന് ഉറപ്പിച്ചോളൂ. യോഗം ചെയ്യുന്നത് ഭൗതികത്തിലാണെങ്കിൽ മാത്രമാണ് ഇമോഷണൽ അവസ്ഥ ഉണ്ടാവുക. അതായത് ഞാനിപ്പോൾ ഏതെങ്കിലും ഭൗതികത്തിൽ ഏതെങ്കിലും വസ്തുവിലിരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ ധ്യാനിക്കുന്നതാണെങ്കിൽ എൻ്റെ ബോധം ഭൗതികത്തിൽ ഉറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഭൗതികത്തിൽ ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ അയാൾ അവിടുന്ന് പിന്തിരിയാൻ പറ്റത്തില്ല, പിന്തിരിപ്പിക്കാനും പറ്റില്ല. ആത്മഹത്യ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അതായത് സാമ്പത്തിക പ്രശ്നം, മനോവിഷമം ഉണ്ടാകുമ്പോൾ ആ ഒരു ചിന്തയിൽ ഇരുന്നു കൊണ്ട് ചത്ത് കളയാം. അപ്പോൾ അവിടെ അയാളെ പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഭൗതികത്തിൽ വിട്ടാണ് ഇരിക്കുന്നത് ഡിറ്റാച്ച് എന്ന് പറയുന്നത്. ആ ഡിറ്റാച്ച് ഇരിക്കുന്ന വ്യക്തി തൻ്റെ അച്ഛനായാലും ശരി അമ്മയായാലും ശരി എത്ര പ്രശ്നമാണ് സഹായിക്കും. പക്ഷേ അവരോടൊപ്പം കരയുകയോ ഒന്നില്ല, ഉള്ളിൽ ചിരിച്ചു തന്നെ ആയിരിക്കും എപ്പോഴും ഇരിക്കുക. ശങ്കരാചാര്യൻ്റെ തെളിവല്ലേ, അമ്മയുടെ ഒരു അവസാന നിമിഷം ജസ്റ്റ് ഒന്ന് കണ്ടച്ചങ്ങ് പോവാണ്. ഡിറ്റാച്ച് ആയെങ്കിൽ മാത്രമേ ഇത് സ്വതന്ത്രമാകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡിറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ ഭാര്യയായാലും മക്കളായാലും ഇതെല്ലാം ഒരുപോലെ തന്നെയാണ്. അതായത് നമ്മുടെ ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് വളരെ പ്രധാനമാണ്. ഞാൻ ഇതുപോലെ നമ്മുടെ വലിയ ആക്ടറായ മോഹൻലാൽ സാർ പോലും ഇങ്ങനെ ഉപദേശിച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ എപ്പോഴും ഡിറ്റാച്ച്മെൻറ്റ് പാലിക്കണം. എന്നാൽ മാത്രമേ ഏതൊരു
സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ഈസി ആയിട്ട് നമുക്ക് കടന്നു പോകാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഈ പലപ്പോഴും തേർഡ് ഐ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത് ഓപ്പൺ ആവണം അല്ലെങ്കിൽ അങ്ങനെ ആവണം സാധിക്കാത്ത പലപ്പോഴും നമുക്ക് ഭയം അല്ലെങ്കിൽ പല പല ബ്ലോക്സ് പല കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്കിത് ഓപ്പൺ ആവാണ്ട് അങ്ങനെ പോയിട്ടുണ്ട് പലപ്പോഴും, അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പം ആ ഭയം അല്ലെങ്കിൽ അപകർഷതാബോധം അല്ലെങ്കിൽ ഡിപ്രഷൻ ഇതിലൊക്കെ കുറേ പ്രശ്നങ്ങളുള്ള നമ്മളെല്ലാവരും ആ ഒരു ഘട്ടത്തിൽ കൂടെ പോയിട്ടുള്ള വ്യക്തികളാണ്, അങ്ങനെയുള്ള വ്യക്തികളാണ്. അപ്പം അതുകൊണ്ട് ഇത് തേർഡ് ഐ ഓപ്പൺ ആവാതെ നമ്മളങ്ങനെ, പക്ഷേ ഇത് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് അങ്ങനെ പോകുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സാധ്യത താങ്കൾ തുറന്നു കൊടുക്കുകയാണോ? ഇങ്ങനെയുള്ള ഭയവും കാര്യങ്ങളൊക്കെ മാറ്റി അവർക്ക് ആ ഒരു തലത്തിലേക്ക് ഉയരാൻ സഹായിക്കുകയാണോ താങ്കൾ ചെയ്യുന്നത്? ശരിക്കും നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തേർഡ് ഐ ഓൾറെഡി എല്ലാവർക്കും ആക്റ്റീവാണ്. ആരുടെ ആക്റ്റീവ് ആവാതല്ല ഇരിക്കുന്നത്. തിരസക്കാല മർമ്മം തന്നെ പറയാം. നമ്മുടെ എല്ലാ മർമ്മവും ആക്റ്റീവ് ആവുന്നുള്ള നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ കണ്ട് തിരിച്ചറിയുന്നത്, ഈ മർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇൻഡ്യൂഷൻസ് ഇൻസൈറ്റ്സ് ഉണ്ടാവാതിരിക്കുന്ന ചിലപ്പോൾ അത് തേർഡ് ഐ അല്ല, അത് ആറാം ഇന്ദ്രിയം എന്ന് പറയും. അതായത് 5 ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ഇന്ദ്രിയം, അത് ബോധം. അത് ഭൗതികത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് അത് കിട്ടത്തില്ല, ആധ്യാത്മികത ഇരിക്കുന്ന വ്യക്തിക്കും കിട്ടത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഭൗതികത്തിൽ കണക്ട് ചെയ്ത് ജ്ഞാനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഓൾറെഡി പ്രവർത്തിക്കുന്നത്. ഇതേ കോമാവസ്ഥയിൽ പോവും, തിരിച്ച് വീട്ടിൽ വരത്തില്ല, ഓർമ്മയൊന്നും ഉണ്ടാവില്ല. ഇത് ഓൾറെഡി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് പ്രവർത്തിപ്പിക്കില്ല, ഓൾറെഡി പ്രവർത്തനം ഉണ്ട്. അപ്പം നമുക്ക് പ്രവർത്തിക്കേണ്ടത് എന്താണ്? നമ്മുടെ ബോധം സൂക്ഷ്മമാണ്. ബോധം സൂക്ഷ്മമാവുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിലിരുന്നല്ല, ശരീരമർമ്മത്തിലിരുന്നല്ല, ശരീരബോധത്തിലിരുന്നല്ല, അത് ബ്രഹ്മത്തിലിരുന്ന് ബ്രഹ്മവുമായിട്ട് ഒന്നായിട്ട് അതായി മാറണം. ആ രഹസ്യം ഞാനായി മാറണം. ഞാൻ എവിടെയാണ് എന്നുള്ളതാണ്. ഇപ്പം ഞാനെന്നൊരു വ്യക്തി പറയുന്നു, ആ വ്യക്തി 2 വ്യക്തികൾ പറയുന്നു. ഒരാൾ ഭൗതികത്തിലും ഒരാൾ ആത്മീയത്തിലും ഒരാൾ ആധ്യാത്മികതയിലും. 3 പേരാണ്. ഇവർ 3 പേരും പറയുന്നത് ഞാൻ ഇവിടെയാണ്. അപ്പോൾ വേറൊരാൾ കണ്ടെച്ചു പറയും ഇവർ 3 പേരും ഞാൻ ഇവിടെയാണെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഓരോ വ്യക്തികൾക്ക് അറിയത്തുള്ളൂ ഞാൻ എവിടെയാണ് എന്നുള്ളത്. ഞാനെന്ന കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ശരീരത്തിലായിരിക്കണേ. മറ്റൊരു വ്യക്തിയോട് ഞാൻ എന്ന് പറഞ്ഞെങ്കിൽ ഈ ശരീരത്തിലിരിക്കുന്ന ആശയവിനിമയം നടത്താൻ പറ്റുള്ളൂ. നമ്മൾ ഇരിക്കുന്ന സ്ഥാനം എവിടെയാണ് എന്നുള്ളതിനാണ് പ്രാധാന്യം. ബ്രഹ്മത്തിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഈ ബ്രഹ്മത്തിൽ ലയിച്ച് സദാസമയം രഹസ്യത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ ആൾ സംസാരിക്കുന്നത്. അപ്പം ഞാനാണ് എല്ലായിടവും പോകുന്നത്. ശരീരത്തിലിരുന്നു ഞാൻ തന്നെയാണ്, ബ്രഹ്മത്തിലിരിക്കുന്നതും ഞാൻ തന്നെയാണ്. ഞാൻ മാറ്റമില്ല. ഞാൻ എവിടെ പോകുന്ന അവിടെയാണ് എനിക്ക് മാറ്റം സംഭവിക്കുന്നത്. അപ്പം ഭൗതികത്തിലെ ജ്ഞാനം ഉണ്ടാവുന്നതും തേർഡ് ഐ ആക്റ്റീവ് ആകുമെന്ന് പറയുന്നത് ഭൗതികത്തിൽ ബോധം ഏകാഗ്രമാക്കാം. അത് മനനത്രാണ ഇത് മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. ഇനി യോഗവിദ്യയിലൂടെ ബ്രഹ്മത്തിരുന്നുകൊണ്ട് ബ്രഹ്മം ഞാനാകുന്നു എന്നും പറയാം. അത് തേർഡ് ഐ. ഈ നമ്മൾ പറയുമ്പോൾ എനർജി എന്ന് പറയുമ്പോൾ എനർജി സെൻറ്റർ എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാവാം, നെഗറ്റീവ് എനർജി ഉണ്ടാവാം. അപ്പോൾ അത് ഏത് രീതിയിലാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്, ഏത് എനർജിയാണ് നമ്മൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അനുസരിച്ചായിരിക്കുമല്ലോ നമ്മുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വരിക. അതങ്ങനെ സംഭവിക്കാറില്ലേ? ഇതിപ്പം നമ്മളിപ്പം താങ്കൾ പറഞ്ഞു തേർഡ് ഐ അല്ലെങ്കിൽ ആ ഒരു എനർജി സെൻറ്റർ എല്ലാവർക്കും ഉണ്ട്, അത് ഉണർന്നിരിക്കുകയാണ്, ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആവണമെന്ന് നിർബന്ധമുണ്ടോ? അത് നെഗറ്റീവ് ആയിക്കൂടെ? അല്ല, അതിൻ്റെ കാര്യം എല്ലാവരുടെയും ബോധം ശുദ്ധമാണ്. പക്ഷേ അവൻ ഗ്രഹിച്ച് വച്ചിരിക്കുന്നതിനകത്ത് അവൻ്റെ ഇന്ദ്രിയം കൂടി ബോധം കൂടി ഉള്ളത്. ഉദാഹരണം, ഈ ഞാൻ ചെവി കേൾവി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു, കണ്ണിന് കാഴ്ച തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഇതൊക്കെ യേശുക്രിസ്തു ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മുടെ തെളിവുണ്ട്. ചെവി കേൾക്കാത്ത ഒരു ചെവി കേൾക്കുള്ളൂ എന്ന് കേൾക്കില്ല. അപ്പോൾ അവർക്ക് കേൾവി ഒറ്റ ദിവസം കൊണ്ട് തിരിച്ച് കിട്ടി. എങ്ങനെയാണ് തിരിച്ച് കൊടുക്കാൻ കഴിഞ്ഞത്? എങ്ങനെയാണോ അയാൾ പറയുന്നത് കേൾക്കുക. അപ്പോൾ ആ സംഗതി കാണാൻ കഴിയുന്നതുകൊണ്ടാണല്ലോ തിരിച്ച് കിട്ടിയേക്കണേ. അതിൻ്റെ കാരണം നമ്മുടെ ബോധം ഇന്ദ്രിയങ്ങളിലൂടെ വെളിയിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അതായത് ഓരോ വസ്തുക്കളെ എനർജിയിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ചെവി ബോധമൊന്നും കണ്ണ് ബോധമൊന്നും മൂക്ക് ബോധമൊന്നും നാക്ക് ബോധമൊന്നും പോയിരിക്കുന്നതല്ല, ഒന്നിൽ നിന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ ബോധം ഭൗതികത്തിൽ വ്യാപിച്ചിരിക്കുകയാണ്. ആ ഭൗതികത്തിൽ വ്യാപിച്ചിരിക്കുന്ന വ്യക്തികളുടെ വാസനയനുസരിച്ച് കർമ്മം അനുസരിച്ച് നെഗറ്റീവും പോസിറ്റീവും സംഭവിക്കുന്നതാണ്. ഇതിനാണ് കർമ്മം എന്ന് പറയുന്നത്. ഉള്ളിലുള്ള തൻ്റെ ഇഷ്ടമാണ് തൻ്റെ കർമ്മഫലത്തിന് കാരണം. ഇപ്പോൾ ഉദാഹരണം, ഒരു സുഹൃത്തിനെ കണ്ട് അവൻ്റെ രൂപഭാവങ്ങളെയും ചലനങ്ങളെയും ഇഷ്ടമായി. എന്നാൽ വേറെ ആളെ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അവൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടു. അത് അവൻ്റെ ബോധത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ബോധമായിട്ട് മാച്ച്ഡാണ്. എൻ്റെ കർമ്മം അവൻ്റെ കർമ്മം ഒരുപോലെയാണ്. എനിക്ക് സുഹൃത്തായി ലഭിക്കുക, അവനിലൂടെ എനിക്ക് ദുരിതം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള കർമ്മവാസന ഇന്ദ്രിയങ്ങളിലൂടെ മറ്റ് ഭൗതിക വസ്തുക്കളിൽ പോയിട്ടാണ് കർമ്മഫലം തന്നിലേക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, കർമ്മഫലം നമുക്ക് 2-3 രീതി വരുന്നുണ്ട്. ഒന്ന് രോഗമായി വരുന്നുണ്ട്, ഒന്ന് നമ്മളുടെ ഈ ബാഹ്യമായ ഇന്ദ്രിയങ്ങളുടെയും വരുന്നുണ്ട്. ആ കർമ്മഫലങ്ങളാണ് അനുഭവിക്കുന്നത്. ഇവിടെയാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇയാൾ ബന്ധപ്പെട്ടിരിക്കുന്ന ആരെയാണോ അതായിരിക്കും അയാൾക്ക് കിട്ടുക.
അയാളുടെ ബോധം ഉയരുമ്പോൾ അയാളെ ഇഷ്ടപ്പെടത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ശരീരത്തിന് അന്ന് കണ്ട ഭാവമല്ല, മാറ്റമുണ്ട്. അതെ, ബോധം ചേഞ്ച് ആകുമ്പോൾ ആളിന് വ്യത്യാസം വരും. അന്ന് കണ്ട മുഖത്തിൻ്റെ ഷേപ്പോ കാര്യങ്ങളായിരിക്കില്ല. അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾക്കും മാറ്റം വരും. കാരണം കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചപ്പാട് തിരിച്ചറിവുണ്ടാവുക, ബോധം തിരിച്ചറിവ്, ജ്ഞാനം, വേദം എന്ന് പറയും. അപ്പോൾ തിരിച്ചറിവുണ്ടാകുമ്പോൾ ഇവനോട്ട് കൂട്ടുകൂടിയാൽ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ പുറകോട്ട് ഡിറ്റാച്ച് ആവുന്നത് ഇങ്ങനെയാണ്. പുറകോട്ട് പോയിട്ട് നമുക്ക് പിന്നെ വരുന്നത് പുതിയ ഉയർന്ന ബോധമുള്ള വ്യക്തികളുടെ ബന്ധമാണ്. അങ്ങനെയാണ് മേൽഗതി പ്രാപിക്കുന്നത്. അതുകൊണ്ടായിരിക്കും പലപ്പോഴും ചില വ്യക്തികൾ നമുക്ക് ആദ്യം കണ്ട് ഇഷ്ടപ്പെടും, അവരുമായിട്ട് ഒരുമിച്ച് നടക്കും, ഇരിക്കും ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ഏറ്റവും വലിയ ശത്രുക്കൾ അവരായിട്ട് മാറുന്നതും ചിലപ്പം ഈ ഒരു ബോധതലത്തിൽ വരുന്ന മാറ്റമായിരിക്കും അല്ലേ? അപ്പം താങ്കൾ നേരത്തെ പറഞ്ഞെടുത്ത താങ്കൾ അച്ഛൻ മരിക്കുന്ന കാര്യം 4 ദിവസം മുമ്പ് അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഇനി ഈ ഒരു ജന്മം എടുക്കുമ്പോൾ അല്ലെങ്കിൽ പുനർജനിക്കുമ്പോഴും ഇതേ വ്യക്തികളൊക്കെ തന്നെയായിട്ടായിരിക്കും നമ്മുടെ ജീവിതം ബന്ധപ്പെട്ട് വരിക, അത് മാറി വരുമോ? ഒരുമിച്ച് ഒരു കുടുംബത്തിൽ ജനിക്കുന്നവരുണ്ട്. ഞാൻ അന്ന് പറഞ്ഞു, ആളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, രാജകുടുംബമാണ്, സ്ഥലവും ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ അദ്ദേഹം പബ്ലിസിറ്റി ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ആ ഒരു വീട്ടിൽ ചെന്നപ്പോൾ പുനർജന്മങ്ങൾ അവിടെ കണ്ടത്. അതായത് ഒരു കുടുംബത്തിൽ തന്നെ കഴിഞ്ഞ ജന്മത്തിലെ ആൾക്കാർ തന്നെ അവിടെ ജനിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫുഡ് തരാൻ വേണ്ടി വിളിച്ചതാണ്. ഫുഡ് തരാനല്ല, വീട്ടിൽ വരാൻ വിളിച്ചപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് കസരയിട്ടെന്ന് ഫുഡ് നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുട്ടിയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ അവിടെ എല്ലാത്തിനും കയറി ഇടപെടുക ചെയ്യുന്നത്, പാസ്റ്റ് ലൈഫ് എല്ലാം കാണുക. അപ്പോൾ അതിനകത്ത് ആ കുട്ടിയെ കണ്ട കാഴ്ച എന്ന് പറയുമ്പം കണ്ണ് മൂടിക്കെട്ടിയ ഒരു ദുഃഖം അനുഭവിക്കുന്ന ഒരു ആളെയാണ് അവിടെ കണ്ടത്. അതങ്ങ് മുമ്പിൽ കൂടെ നടന്നങ്ങ് പോയി. എന്നാൽ ഈ കുട്ടിയെപ്പറ്റി അധികം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുന്നില്ല. അപ്പോൾ അച്ഛൻ നോക്കിയപ്പം പുള്ളി ഒരു രാജാവായിട്ടായിരിക്കണേ, ചെങ്കോലും കിരീടമൊക്കെ കാണാം കഴിഞ്ഞ ജന്മത്തിൽ. ഇത് രാജകുടുംബം തന്നെയാണ്. അപ്പോൾ അവിടെ തന്നെ വീണ്ടും ഒരു പുനർജനിക്കാനുണ്ടായില്ല, അത് കർമ്മഫലം അനുഭവിക്കാനാണ്. അപ്പോൾ പറയുകയാണ് കുട്ടിക്ക് ഇങ്ങനെ കണ്ണ് കാണത്തില്ല, 1 വർഷമായിട്ട് കണ്ണ് കാണത്തില്ല. അപ്പം ഒരു കറുത്ത തുണി കൊണ്ട് കണ്ണ് മൂടിക്കെട്ടില്ല. അപ്പം നമ്മൾ സൂക്ഷ്മമായിട്ട് സഞ്ചരിച്ചപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഇദ്ദേഹം രാജാവായിരുന്നെന്നും വളരെയേറെ ചില തെറ്റുകൾ ചെയ്തുകൊണ്ട് കാരാഗൃഹത്തിൽ അടച്ച ഒരു പെൺകുട്ടിയാണത്. അപ്പോൾ അതിൻ്റെ പിതാവിനുണ്ടായ ദുഃഖം, കണ്ണ് മൂടിക്കെട്ടി അടച്ച പിതാവിനുണ്ടായ ദുഃഖം, ഇത് അറിയുന്നതിൻ്റെ സാഹചര്യം ഉണ്ടാവുകയും അത് കർമ്മഫലമായിട്ട് ഇയാളുടെ മകളായിട്ട് ജനിക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പം തൻ്റെ മകളുടെ കണ്ണ് കാഴ്ചയില്ലാതെ വരുമ്പോൾ എങ്ങനെയാണോ ഒരു പിതാവ് ദുഃഖിക്കുന്നത്, അതുപോലൊരു അവസ്ഥ ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം യോഗം ചെയ്തുകൊണ്ട് എന്ത് സംഭവിച്ചു? കർമ്മത്തിൽ നിന്ന് വിടാൻ തുടങ്ങി. അപ്പോൾ കുട്ടിയുടെ കാഴ്ച തിരിച്ചിട്ടുണ്ടേ, ദുഃഖം മാറണ്ടേ? അതിനായിട്ടാണ് അദ്ദേഹം എന്നെ വിളിക്കണമെന്ന് തോന്നി അവിടെ ചെന്നതും ആ കുട്ടിയെ ബ്ലസ് ചെയ്ത് ആ കണ്ണിൻ്റെ കെട്ട് അഴിച്ചപ്പോൾ തന്നെ കാഴ്ച വന്നു തുടങ്ങി. ഇതിന് ഈ ശ്രീരാമൻ ഈ കാല് ചവിട്ടിയപ്പം വരുന്ന ഒരു കഥയൊക്കെ പറഞ്ഞത് യോഗകളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അതിന് യഥാർത്ഥമായ യോഗവിധി ചെയ്യുമ്പോൾ കർമ്മം നമ്മളെ വിട്ടുപോകും. നമ്മുടെ സന്താനങ്ങൾക്കുള്ള ദുരിതമായാൽ പോലും പതുക്കെ അത് വിടാൻ തുടങ്ങും. ഇത് തെളിവുകളായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് കാണുന്നതാണ് ഡിവോഴ്സ്. ഇപ്പം പണ്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും ഡിവോഴ്സിന് എണ്ണം എനിക്ക് തോന്നുന്നു ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കാണുന്നുണ്ട്. ഡിവോഴ്സ് ആവുന്നു, ഉടനെ തന്നെ വേറൊരാൾ വിവാഹം കഴിക്കുന്നു, ചിലപ്പോൾ അത് ശരിയായില്ലെന്ന് വരും, അപ്പോൾ അടുത്തയിലേക്ക് പോകും, ചിലപ്പോൾ പിന്നെ പൂർണ്ണമായിട്ടും വിവാഹം എന്നുള്ള കൺസെപ്റ്റ് വിട്ടിട്ട് അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ചിലർ സെക്കൻഡ് മാരേജോടുകൂടി നന്നായിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഒരുപാട് രീതിയിൽ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാറ് ഇപ്പം കാര്യങ്ങൾ ഒരുപാട് അനുഭവമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ സാറിന് ആ ഒരു അവസ്ഥ എന്താണ് കാണുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ കർമ്മവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കല്ലേ ആദ്യത്തെ ഭാര്യ അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവ് കൊണ്ട് കുറേ ദുഃഖങ്ങൾ സംഭവിക്കുന്നു, അടുത്ത ജീവിതത്തിലൂടെ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതിനെപ്പറ്റി സാർ എന്താ പറയാനുള്ളത്? നമുക്ക് ഒരുപാട് അനുഭവമുണ്ട്, റിസർച്ചുകൾ ഒരുപാടുണ്ട്. അതായത് നമുക്കൊരു ജാതിയെ പറ്റിയോ മതത്തെ പറ്റിയോ അല്ല പറയുന്നത്. ഉദാഹരണം പറയാൻ വേണ്ടി ഇപ്പം ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ഈ ക്രിസ്ത്യ സമുദായത്തിൽ ഈ വൈകുന്നേരത്ത് 7 മണിക്ക് ശേഷം ഈ കൊന്തവടി എന്നൊരു സംഭവമുണ്ട്. ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന് മുട്ടുകുത്തിയിരുന്ന ആമേൻ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഇസ്ലാമിൻ്റെ സമുദായത്തിലും ഈ മുസ്ലിം സ്ത്രീകൾ വീട്ടിൽ നിസ്കരിക്കും, ആണുങ്ങൾ വെളിയിൽ പോയാൽ അവർ കൃത്യമായിട്ട് നിസ്കരിക്കും. ഓക്കെ. ഇനി ഹിന്ദുവിൻ്റെ വീടെടുക്കുക, ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് ഹിന്ദുവിൻ്റെ സമുദായത്തിലാണ്. അപ്പോൾ ഹിന്ദുവിനെ സംബന്ധിച്ച് ഭർത്താവ് പണിക്ക് പോയി കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ കള്ള് കുടിച്ചുകൊണ്ട് വരുന്ന ഒരാളായിരിക്കും, ചിലപ്പോൾ കറങ്ങി ചുറ്റിയടിച്ച് രാത്രി 12 മണിക്ക് കയറി വന്നൊക്കെ. നേരത്തെ വന്നാൽ തന്നെ പുള്ളി ടിവിയുടെ മുമ്പിലായിരിക്കും. ഇനി ഭാര്യയെ സംബന്ധിച്ച് ഇന്ന് സീരിയലിൻ്റെ മുമ്പിലാണ് നോക്കിക്കഴിഞ്ഞാൽ, വിളക്കത്തിപ്പോ കാര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, ഈ കുറച്ച് ദുരിതങ്ങൾ വരുമ്പോൾ, അത് ദുരിതത്തിന് മുമ്പ് ഈ ചെറുപ്രായമായിരിക്കും, ഈ സമയത്ത് അമ്പലത്തിൽ പോക്കോ പ്രാർത്ഥനയോ വഴിപാടോ ഒന്നും ഈ 2 പേർക്ക് ഉണ്ടാവത്തില്ല. ഈ കുടുംബമായി കഴിയുമ്പോഴത്തേന് ഇവർക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങളും കുട്ടികൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളും അവരെ കെട്ടിക്കാനുള്ള ധനം ഉണ്ടാക്കുന്ന തത്രപ്പാടിലൊക്കെ ജോലിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഈ ക്ഷേത്രത്തിൽ പോകാൻ ഈ ഭാര്യമാരെ പ്രേരിപ്പിക്കും. ആണുങ്ങൾ പോകുന്ന കുറവാണ്. ഇവർ എന്ത് ചെയ്യും? പോയി അവിടെ ചെന്ന് ആധ്യാത്മികതയിൽ മുഴുകാൻ ശ്രമിക്കും.
അപ്പം നേരത്തെ ഓൾറെഡി പൊരുത്തം നോക്കിയാണ് കിട്ടുന്നത്. ഈ പൊരുത്തം നോക്കുമ്പോൾ രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊരു ഭാര്യയുടെ ബോധത്തിന് ചേഞ്ചസ് സംഭവിക്കും. അവിടെ ചെന്ന് ഏതെങ്കിലും തുടർച്ചയായിട്ട് 108 ഒരു പൂവിട്ടുകൊണ്ട് ഈ നാരങ്ങ വിളക്കോ പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് നിത്യേന അമ്പലത്തിൽ പോകുമ്പോൾ ഇവരെ ബോധം ശുദ്ധമാകും എന്ന് പറഞ്ഞാൽ ഭൗതികത്തിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങും. അപ്പോൾ ആളിന് മാറ്റം സംഭവിക്കും. ഈ ആളിന് മാറ്റം സംഭവിക്കും. ഈ ബോധം ശുദ്ധമാകുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ തിരിച്ചറിവെന്ന ഈ ബോധത്തിൻ്റെ തിരിച്ചറിവാണ്, ജ്ഞാനം എന്നാണ് എന്നെ പറയുന്നത്. അപ്പോൾ ബോധം ശുദ്ധമാകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം നേരത്തെ ഈ ഭർത്താവ് ചെയ്തുകൊണ്ടിരുന്നത് ഭാര്യയ്ക്ക് സ്വീകാര്യമായിരുന്നു. കാര്യം അവളുടെ ബോധം അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ബോധം ഉയരുമ്പോൾ കുറ്റങ്ങൾ പറയാൻ തുടങ്ങും. അതിൽ ചിലപ്പോൾ ഭർത്താവായിരിക്കും ഏതെങ്കിലും ഉപാസന സ്വീകരിച്ച് ജപിക്കാൻ തുടങ്ങും, തിരിച്ചും മറിച്ചും വരാം. അപ്പോൾ നേരത്തെ കണ്ട ആൾ ഈ കുറ്റങ്ങൾ പറയും, നീ എന്താ അത് ചെയ്തേക്കണേ, നീ എന്താ ഇത് ചെയ്യണേ. അപ്പോൾ നീ നേരത്തെ അത് പറഞ്ഞിരുന്നില്ല, ഇപ്പം എന്താ നീ ഇത് പറയുന്നത്. ഇതിന് സ്വരച്ചർച്ച കിടന്നു പറയും. ഈ അഭിപ്രായ വ്യത്യാസം എപ്പോഴും രണ്ടുപേരുടെയും ബോധത്തിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. ഈ രണ്ടുപേരും തുല്യമായിട്ടാണ് ചെയ്തിരുന്നതെങ്കിൽ രണ്ടുപേരും ഒരുപോലെ ഉയർന്നിരുന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യോഗം ചെയ്യുന്ന വ്യക്തികളും കൂടുതലും ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ നമ്മൾ ഗൈഡൻസ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ബോധത്തിന് ചേഞ്ചസ് വരുമ്പോൾ അഭിപ്രായ വ്യത്യാസം, അത് കണ്ടാ കുറ്റം, ഇത് കണ്ടാ കുറ്റം. ഈ കുറ്റം കണ്ടുപിടിച്ചത് എന്നു മുതലാണ്? ഈ കുറ്റം കണ്ടുപിടിച്ചത് ഇവർ ഏതെങ്കിലും മെഡിറ്റേഷനോ അല്ലെങ്കിൽ ധ്യാനമോ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയ ശേഷമായിരിക്കും. ഒരാളുടെ കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് അവരുടെ മൈൻഡിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ആ വസ്തുവിലിരുന്ന് അതിൻ്റെ കാര്യങ്ങളെ ഗ്രഹിക്കാൻ പഠിക്കുന്നത്. അത് പ്രശ്നമാവും. ഇങ്ങനെയാണ് ഡിവോഴ്സിലേക്ക് കൂടുതലും പോയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കൂടുതൽ പേരും ഞാൻ കണ്ടെത്തിയ ഈ ഒരു കാര്യം അവരിൽ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. കാര്യം നമ്മുടെ മുമ്പിൽ വന്ന് പല ആൾക്കാരും ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ആരാണ് ഉപാസിക്കുന്നത്, ആരാണ് കൂടുതൽ. ഇപ്പം ഭാര്യയായിരുന്നു അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം, ഇതിന് മുമ്പ് ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇതാണ് എൻ്റെ സത്യം. അപ്പോൾ അത് ഈ പറഞ്ഞ അത് ഡിവോഴ്സിലേക്ക് പോകുന്നത് തന്നെയായിരിക്കും നല്ലത്? അതോ അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നതായിരിക്കും, അതോ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നതായിരിക്കുമോ, അതോ ഇതൊന്നുമില്ലാതെ ജീവിക്കുന്നതാണോ? ഏതായിരിക്കും നല്ലത്? ഈ പൊരുത്തം നോക്കുന്ന സമയത്ത് രണ്ടുപേർക്കും ഒന്നും കാണത്തില്ല. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്, സംസാരിക്കുമ്പോൾ ഇഷ്ടമാണ്, കാണുമ്പോൾ ഇഷ്ടപ്പെടും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. അപ്പം നമ്മളൊരു കുറച്ച് സ്ത്രീകൾ വരികയാണ്, ഒരു പുരുഷനെ എടുത്തിരിപ്പുണ്ട്. ആ ഒരു കൂട്ടത്തിൽ ഒരു പെണ്ണിനായിരിക്കും അയാൾക്ക് ഇഷ്ടപ്പെടുക, അല്ലേ? അപ്പോൾ ആ പെൺകുട്ടിക്കും ഈ പയ്യനെ ഇഷ്ടപ്പെടുമ്പോൾ പ്രണയം ഉണ്ടാവണേ. അപ്പം നമ്മൾ ചോദിക്കണം, നിങ്ങൾ എന്താണ് ഈ കുട്ടിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം? അപ്പോൾ അദ്ദേഹം പറയണം, അദ്ദേഹത്തിന് അതിൻ്റെ നടത്ത എനിക്ക് ഇഷ്ടപ്പെട്ടു, ചിലപ്പോൾ പറഞ്ഞ സംസാരം ഇഷ്ടപ്പെട്ടു, ആ കണ്ണുകൾ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ആയിരിക്കും. ഈ കുട്ടിയോട് ചോദിച്ചാലും ഈ കുട്ടി ഇതേപോലുള്ള കാര്യങ്ങളായിരിക്കും പറയുക. ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? നമ്മളൊരാളെ നോക്കുന്നതായാലും നടക്കുന്നതായാലും പെരുമാറുന്നു സംസാരിക്കുന്നതായാലും നമ്മുടെ ബോധത്തിൽ നിന്നാണ്. ബോധത്തിൽ നിന്നുള്ള ചേഞ്ചസ്. അപ്പോൾ രണ്ടുപേരുടെയും ഫ്രീക്വൻസി ഒന്നാണ് എന്നാണ്. ഇതിനെ പൊരുത്തം എന്ന് പറയും. പൊരുത്തം നോക്കേണ്ട കാര്യമില്ല അവർ തമ്മിൽ. അതുകൊണ്ട് പ്രണയിച്ച് കിട്ടുന്നവർ പൊരുത്തം നോക്കുന്നില്ലല്ലോ. യെസ്, നോക്കേണ്ട കാര്യമില്ല. പക്ഷേ പൊട്ടുന്നത് എപ്പോഴാണ്? ബോധത്തിന് ചേഞ്ചസ് സംഭവിക്കും, അല്ലെങ്കിൽ ദശകൾ മാറുമ്പോൾ. ദശകൾ മാറുമ്പോഴും സംഭവിക്കും. ദശകൾ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളായിട്ട് ബന്ധപ്പെട്ടത് കർമ്മം അനുഭവിക്കേണ്ട സമയത്ത് നമ്മുടെ ബോധം ഒതുങ്ങും. ബോധം ഒതുങ്ങുമ്പോൾ തിരിച്ചറിവ് കുറയുമ്പോൾ അങ്ങനെയും സംഭവിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഈ പൊരുത്തം വെച്ചേക്കുന്നത്. പൊരുത്തം വളരെ കറക്റ്റാണ്. പക്ഷേ പിന്നീട് ഇവർക്ക് മനഃപൂർവ്വം ഇവർ ചെയ്യുന്ന ഏതെങ്കിലും പ്രാർത്ഥനാ രീതികളിലൂടെ അവർക്കുണ്ടാകുന്ന വ്യത്യാസം താഴ്ന്നു പോകുമല്ല, അവർ ഉയരുകയാണ് ചെയ്യുന്നത്. പക്ഷേ മറ്റേ ആളിനെ കണ്ടി കൂടുതൽ ഇയാൾ ഉയരുന്നത് കൊണ്ടാണ് അയാളുടെ കുറ്റങ്ങൾ കണ്ടെത്താൻ പറ്റുന്നത്. ഈ മോളിയൊക്കെ നിൽക്കൽ എല്ലാവരും കാണാൻ പറ്റും. അല്ല, പക്ഷെ അപ്പം അവർക്ക് മുന്നോട്ട് ഒത്തുപോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ തന്നെയാണല്ലേ അങ്ങനെ വരുമ്പോൾ? ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി എന്താണോ ചെയ്തത് അത് മറ്റൊരാളോട് ചെയ്തേക്കാന്നുള്ളതാണ്. രണ്ടുപേരുടെ ബോധം തുല്യമായിട്ട് ഉയരണം. എങ്കിൽ രണ്ടുപേർക്കും ഒരേ അഭിപ്രായത്തിലേക്ക് പോകും. അതാ ഞാൻ നേരത്തെ ക്രിസ്ത്യൻ സമുദായത്തിനും മുസ്ലിം സമുദായത്തിനും വലിയ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം. പ്രാർത്ഥന തന്നെയാണ് മുഖ്യം. പ്രാർത്ഥന തന്നെയാണ് മുഖ്യം. അത് പഴയ കാലത്ത് ഈ രാമ 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 പാഹിമ എന്ന് വീട്ടിൽ അച്ഛൻ അമ്മ മക്കളെല്ലാം നിലവിളക്കുന്ന മുമ്പിൽ 4 ചുറ്റും ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നു. അന്ന് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. രണ്ടുപേരും ഒരേ കണക്ക് ദീപത്തിലേക്ക് നോക്കിക്കൊണ്ട് ഏകാഗ്രമാകുന്ന സമയമാണ്. രണ്ടുപേരും ഒരുപോലെ ഉയർന്നുകൊണ്ടിരുന്നു. ഈ സനാതന ധർമ്മത്തിൽ അത് ചെയ്തു വെച്ചിരുന്നു. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വൈകുന്നേരം ടി വിയുടെ മുമ്പിലാണെങ്കിൽ ഒരാൾ മദ്യഷാപ്പിലായിരിക്കും. അതായത് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു എനർജി സെൻ്ററാണ്. ഒന്നിൽ അവിടെ പോവുക, അല്ലെങ്കിൽ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉപാസന ചെയ്യുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും കുടുംബത്തോടൊപ്പം അല്ലേ ഒരുമിച്ച് ചെയ്യുക. അപ്പം ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അല്ലേ? ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തൊക്കെ സംസാരിച്ചാലും കുടുംബം എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നന്നായി കൊണ്ടുപോയാൽ മാത്രമേ അല്ലേ ഈ കലികാലത്ത് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുകയുള്ളൂ. ആത്മീയതയുടെ ആദ്യ പടിയാണ് ആധ്യാത്മികത. ആധ്യാത്മികതയിലല്ലാതെ ഒരാൾക്കും ആത്മീയതയിൽ പ്രവേശിക്കാൻ കഴിയില്ല.
ആത്മീയത എന്താണെന്നും അതിൻ്റെ തത്വം എന്താണെന്നും പഠിക്കുന്നതിന് മുമ്പ് ആധ്യാത്മികത അറിയണമെങ്കിൽ ആത്മീയതയിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കും.